അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യന് കറസ്പോണ്ടിങ് ആയിട്ട് റേഞ്ച് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതെന്നൊന്ന് ചെക്ക് ചെയ്യാം. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വരുന്ന ഒരു കേസും അതേപോലെ തന്നെ എക്സ് ലെസ് ദാൻ 0 വരുന്ന കേസ് അല്ലേ. അപ്പോൾ ഇതിന് രണ്ടിനും കറസ്പോണ്ടിങ് ആയിട്ട് ഇപ്പോൾ നമുക്ക് എങ്ങനെ ചൂസ് ചെയ്യാം? വൈക്ക് വരാൻ സാധ്യതയുള്ള പോസിബിൾ ആയിട്ടുള്ള അതിൻ്റെ റേഞ്ച് വാല്യൂസ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഈ മെത്തേഡ് നമ്മൾ കഴിഞ്ഞ ഡൊമൈനിൽ പഠിച്ചതായിരുന്നു. എങ്ങനെയായിരുന്നു നമ്മൾ അന്ന് പഠിച്ചത്? ഇതേപോലെ രണ്ട് പ്രോഡക്റ്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വന്നു കഴിഞ്ഞാൽ അപ്പോൾ -∞ to -1 എന്നുള്ളതിന് കറസ്പോണ്ടിങ് ആയിട്ട് ലെറ്റ് us take y is equal to -2. -2 കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ പോയിന്റ് എങ്ങനെയാണ് കിട്ടുക? -2 ഇൻറ്റു ഹൈ ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റേഞ്ച് ഓഫ് എ ഫംഗ്ഷൻ എന്താണെന്നുള്ളതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡൊമൈൻ ഓഫ് എ ഫംഗ്ഷൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഹൗ ടു ഫൈൻഡ് ദി റേഞ്ച് ഓഫ് എ ഫംഗ്ഷൻ. നമ്മൾ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം എടുത്തു കഴിഞ്ഞാലും ഡൊമൈൻ പോലെ തന്നെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് ഹൗ ടു ഫൈൻഡ് ദി റേഞ്ച് ഓഫ് എ ഗിവൺ ഫംഗ്ഷൻ എന്നുള്ളത് അല്ലേ. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഒരു റേഞ്ച് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ എന്താണ് റേഞ്ച്? അതെല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഡൊമൈൻ്റെ കേസിൽ എന്താ പറഞ്ഞത്? സെറ്റ് ഓഫ് ഓൾ പോസിബിൾ ഇൻപുട്ട് വാല്യൂസ് ഫോർ വിച്ച് ദി ഫംഗ്ഷൻ ഈസ് ഡിഫൈൻഡ് എന്നുള്ളതാണെങ്കിൽ എന്താണ് റേഞ്ച് എന്നുള്ളതായിട്ട് നമുക്ക് വരിക? റേഞ്ച് ഇസ് ദി സെറ്റ് ഓഫ് ഓൾ ഔട്ട്പുട്ട് വാല്യൂസ് അല്ലേ. അതായത് എക്സിന് ഇപ്പോൾ f(x) എന്നുള്ള ഫംഗ്ഷനാണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ എക്സിന് ഏതൊക്കെ ഇൻപുട്ട് വാല്യൂസ് നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ച് f(x)ൻ്റെ ഔട്ട്പുട്ടായിട്ട് നമുക്ക് എന്താണോ ഒബ്റ്റെയിൻ ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ എന്ത് പറയുക? റേഞ്ച് എന്ന് പറയുക. ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞതാണ് കേട്ടോ, കറക്റ്റ് ഡെഫിനേഷനൊക്കെ നോക്കി പറഞ്ഞതല്ല. ഏറ്റവും സിമ്പിളായിട്ട് എന്താണ് റേഞ്ച് എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യന് കറസ്പോണ്ടിങ് ആയിട്ട് റേഞ്ച് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതെന്നൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ f(x) is equal to x² minus 6x plus 25. ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യന് കറസ്പോണ്ടിങ് ആയിട്ട് ഇതിൻ്റെ റേഞ്ച് എന്താണ് എന്നുള്ളതാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, ഏറ്റവും സിമ്പിൾ, പല രീതിയിൽ നമുക്കിത് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഞാൻ വളരെയധികം സിമ്പിളായിട്ട് ഏറ്റവും ബേസിക് എന്നുള്ള രീതിയിലാണ് കേട്ടോ പറയുന്നത്. എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്, നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ f(x) എന്നുള്ളതിനെ y എന്നങ്ങ് കോൾ ചെയ്തോളൂ. അപ്പോൾ എങ്ങനെയാണ്? ലെറ്റ് y is equal to f(x). സോ y equal to f(x) എന്നുള്ള തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഏതാണ് ഇവിടെ? x² minus 6x plus 25. ഇതാണ് നമുക്ക് തന്നിരുന്ന ഫംഗ്ഷൻ. ഈ ഫംഗ്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഇതിൻ്റെ റേഞ്ച് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ ഈ ഫംഗ്ഷൻ്റെ ഒരു പ്രോപ്പർട്ടി ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ഫംഗ്ഷൻ അല്ല അല്ലേ. പക്ഷെ നമുക്കിതിനെ ഒരു പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാമല്ലോ. നമ്മൾ ഓൾറെഡി തന്നെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കുന്ന മെത്തേഡൊക്കെ പഠിച്ചിട്ടുള്ളവരല്ലേ, ചെറിയ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്നതാണല്ലേ. എനിക്ക് തോന്നുന്നു 8th 9th 10th ആ ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുന്ന ഒരു കേസാണ്. എങ്ങനെയാണ് ഈ ഒരു ഫംഗ്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ അതിനെ പെർഫെക്റ്റ് സ്ക്വയറിലേക്ക് കൺവേർട്ട് ചെയ്യുക? ഇപ്പോൾ ഈ ഫംഗ്ഷൻ്റെ എക്സ് വരുന്ന പോർഷൻ നോക്കുക. എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താണ് ഇവിടെ? -6 ആണ് എക്സിൻ്റെ കോഎഫിഷ്യൻ്റ്. ആ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റിൻ്റെ ഹാഫ് എടുക്കുക. കോഎഫിഷ്യൻ്റ് എന്നുള്ളത് ഇവിടെ 6 ആണെങ്കിൽ ഇതിൻ്റെ ഹാഫ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ വി ഹാവ് 3 എന്നാണ് അവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ -6 എടുത്താലും നോ പ്രോബ്ലം കേട്ടോ. -6 എന്ന് എടുക്കണമെങ്കിൽ -6 എടുക്കാം. അപ്പോൾ അതിൻ്റെ -3 കിട്ടും. ഈ കിട്ടിയ പോയിൻറ്റിൻ്റെ സ്ക്വയർ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇപ്പോൾ -6/2 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ -3 കിട്ടും. ഈ -3 എന്നുള്ളതിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിൻ്റെ സ്ക്വയർ ഫൈൻഡ് ഔട്ട് ചെയ്യുക. ആ കിട്ടുന്ന വാല്യൂ നമ്മൾ ഈ എഴുതിയിരിക്കുന്ന ഫംഗ്ഷനിൽ ആഡ് ചെയ്യുക, സബ്ട്രാക്റ്റ് ചെയ്യുക. അതാണ് ലീസ്റ്റ് സ്ക്വയർ മെത്തേഡായിട്ട് നമ്മൾ പഠിക്കുന്നത് അല്ലേ. ഈ തന്നിരിക്കുന്ന ഫംഗ്ഷനെ ഒരു പെർഫെക്റ്റ് സ്ക്വയറിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന മെത്തേഡ് എന്താണ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇവിടെ -6ൻ്റെ ഹാഫായിട്ട് വരുന്നത് 3 ആണ്. ആ 3യുടെ സ്ക്വയർ ആയിട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത് 9 ആണ്. 9 എന്നുള്ളത് ഈ തന്നിരിക്കുന്ന ഫംഗ്ഷനിലേക്ക് ആഡ് ചെയ്യണം, അതേപോലെ തന്നെ അത് സബ്ട്രാക്റ്റ് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്? y is equal to x² minus 6x plus 9 then -9 again there is a 25. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി ഇതിനെ എങ്ങനെയാണ് പെർഫെക്റ്റ് സ്ക്വയർ ഫോമിലേക്ക് കൊണ്ടുവരിക? ഇത് ഇവിടെ നോക്കൂ, ഇവിടെ ഈ ഒരു പോർഷൻ വരെ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഏതിൻ്റെ സ്ക്വയർ ആയിട്ടാണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്? x-3 ദി ഹോൾ സ്ക്വയർ അല്ലേ ഒബ്റ്റെയിൻ ചെയ്യുന്ന ഫോം. അപ്പോൾ ഇതിനെ കൺവേർട്ട് ചെയ്തിട്ട് എങ്ങനെ എഴുതാം? നമുക്ക്
എക്സ് മൈനസ് 3 ദി ഹോൾ സ്ക്വയർ എന്നുള്ള ഫോമിൽ എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇവിടെ നോക്കുകയാണെങ്കിൽ -9 + 25 എന്നുള്ളതാണ് അവിടെ കിട്ടിയിരിക്കുന്നത്. -9 + 25 എന്ന് പറയുമ്പോൾ വി ഹാവ് +16 എന്നുള്ളതാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഒന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയുള്ള വാല്യൂ എക്സ് മൈനസ് 3 ദി ഹോൾ സ്ക്വയർ ആണ്. അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ദാറ്റ് ഷുഡ് ബി ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് നമുക്ക് പറയാം. അതോടൊപ്പം തന്നെ +16 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ y എന്നുള്ള വാല്യൂ ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 16 ആയിരിക്കില്ലേ? ഇതിനകത്ത് പോസിബിളായിട്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയാൽ പോസിബിളായിട്ട് വരാൻ പറ്റുന്ന വാല്യൂസ് അല്ലേ? അപ്പോൾ +16 കൂടി വന്നിരിക്കുന്നത് കൊണ്ട് നമുക്ക് എന്ത് പറയാനായിട്ട് സാധിക്കും? ഈ എഴുതിയിരിക്കുന്ന y വാല്യൂ എന്ന് പറയുന്നത് ദാറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 16 എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതേ രീതിയിൽ y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 16 ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ റേഞ്ച് പറയാനായിട്ട് സാധിക്കുക? നമ്മൾ നേരത്തെ പറഞ്ഞു f(x) എന്നുള്ള ഫംഗ്ഷൻ്റെ സെറ്റ് ഓഫ് ഓൾ ഔട്ട്പുട്ട് വാല്യൂസ് ആണ് നമ്മൾ എന്ത് പറയുക? റേഞ്ച് എന്നുള്ള രീതിയിൽ പറയുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് ഹിയർ വി ക്യാൻ സേ ദാറ്റ് റേഞ്ച് ഓഫ് ദി ഗിവൺ ഫംഗ്ഷൻ f ഇസ് ഈക്വൽ ടു y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 16 ആണ്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് എന്ത് പറയാം? then closed interval 16 to infinity എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇതാണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്ന റേഞ്ച് എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് കിട്ടുന്ന കാര്യമല്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ പ്രൊസീജിയർ. നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷന് ജസ്റ്റ് y എന്ന് കോൾ ചെയ്തിട്ട് ആ വൈക്ക് വരാൻ സാധ്യതയുള്ള പോസിബിളായിട്ടുള്ള വാല്യൂസ് ഏതൊക്കെയാണെന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യുക. അതാണ് അതിൻ്റെ റേഞ്ച് ആയിട്ട് നമ്മൾ പറയുന്നത്. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Second question, f(x) is equal to square root of 9 minus x square. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൻ്റെ കേസിൽ നമ്മൾ എന്താ നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയർ തന്നെ നമുക്ക് ഫോളോ ചെയ്യാം. നമ്മൾ ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ ഡൊമൈനിൽ ഫൈൻഡ് ഔട്ട് ചെയ്തിരുന്നു അല്ലേ? അതൊക്കെ ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. ഡൊമൈൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നേരത്തെ ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആയിട്ടുള്ള റീജിയനാണ് നമ്മൾ ചെക്ക് ചെയ്തത് അല്ലേ? അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇവിടെ നമുക്ക് ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ റേഞ്ച് എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതെന്നൊന്ന് നോക്കാം. ഇപ്പോൾ റേഞ്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെറ്റ് us take y is equal to the given function f(x). f(x) എന്നുള്ളത് എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് 9 മൈനസ് എക്സ് സ്ക്വയർ എന്നുള്ളതാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇപ്പോൾ y is equal to square root of 9 minus x square ആണെന്നുണ്ടെങ്കിൽ we will be taking the squaring on both sides. So what we have to obtain when നമ്മളിപ്പോൾ സ്ക്വയർ ചെയ്യുകയാണെങ്കിൽ y square is equal to 9 minus x square എന്നുള്ളതാണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുക. നമുക്ക് വൈഡ് റേഞ്ചില്ലേ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടേ? അപ്പോൾ ഇതിനെ ഒന്ന് കൺവേർട്ട് ചെയ്തിട്ട് എക്സ് സ്ക്വയറിൻ്റെ ഫോമിലേക്ക് നമ്മൾ ഒന്ന് കൺവേർട്ട് ചെയ്ത് എഴുതുകയാണെങ്കിൽ റൈറ്റ് സൈഡിലുള്ള എക്സ് സ്ക്വയറിനെ ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്ന് ചേഞ്ച് ചെയ്യാം അല്ലേ? അത് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ വി ഹാവ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 9 മൈനസ് വൈ സ്ക്വയർ എന്നുള്ളതാണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്ന ഫോം ആണല്ലോ. അങ്ങനെയാണെങ്കിൽ എക്സ് സ്ക്വയർ എന്നുള്ള വാല്യൂ ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കില്ലേ? ഇറ്റ്സ് എ സ്ക്വയർ ഫംഗ്ഷൻ അല്ലേ? അപ്പോൾ അതുകൊണ്ട് വി ഹാവ് എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. Okay, then we can say that this 9 minus y square is always greater than or equal to 0. ആണല്ലോ. ഇപ്പോൾ 9 മൈനസ് വൈ സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ ഇതിനെ നമ്മളൊന്ന് ഫാക്ടറൈസ് ചെയ്താലോ? എങ്ങനെയാണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്? 3 മൈനസ് വൈ ഇൻറ്റു 3 പ്ലസ് വൈ ഈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഓക്കെ ആണല്ലോ. അപ്പോൾ 3 മൈനസ് വൈ ഇൻറ്റു 3 പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ വൈക്ക് വരാൻ സാധ്യതയുള്ള പോസിബിളായിട്ടുള്ള അതിൻ്റെ റേഞ്ച് വാല്യൂസ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഈ മെത്തേഡ് നമ്മൾ കഴിഞ്ഞ ഡൊമൈനിൽ പഠിച്ചതായിരുന്നു. എങ്ങനെയായിരുന്നു നമ്മൾ അന്ന് പഠിച്ചത്? ഇതേപോലെ രണ്ട് പ്രോഡക്റ്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വന്നു കഴിഞ്ഞാൽ ഹൗ ടു ഫൈൻഡ് ദി റേഞ്ച് എങ്ങനെയാ? ജസ്റ്റ് ഒരു നമ്പർ ലൈൻ കൺസിഡർ ചെയ്യുക. നമ്പർ ലൈനിൽ ഇത് മൈനസ് ഇൻഫിനിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ദെൻ ദിസ് വൺ ഈസ് പ്ലസ് ഇൻഫിനിറ്റി. ദെൻ ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഇൻ്റർവെൽ വരുന്ന പോയിൻറ്റ്സ് വേണം നമ്മൾ നെക്സ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇൻ്റർവെൽ പോയിൻറ്റ്സ് എങ്ങനെയാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുക? ഇപ്പോൾ 3 മൈനസ് വൈ ഈസ് ഈക്വൽ ടു 0 കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ വൈ ഈക്വൽ ടു
3 എന്നുള്ള പോയിന്റ് കിട്ടുന്നു. ഇവിടെ 3 + y = 0 കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ y = -3 എന്നുള്ള പോയിന്റാണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. സോ ഇൻ്റർവെൽ പോയിന്റ്സ് എന്ന് പറയുന്നത് -3 to 3 എന്നുള്ളതാണ് ഇൻ്റർവെൽ പോയിന്റ്സ് ആയിട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് വരാൻ പറ്റുന്ന വാല്യൂസ് ആദ്യം ഒന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ -∞ to -3 എന്നുള്ള ഇൻ്റർവെലിൻ്റെ അകത്ത് വരുന്ന ഒരു പോയിന്റ് ചൂസ് ചെയ്യൂ. ഏതാ ഇപ്പോൾ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന പോയിന്റ്? ഇപ്പോൾ y = നമ്മളിപ്പോൾ -4 ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ് അതിനകത്ത് വരാൻ പറ്റുന്ന റേഞ്ച് എന്ന് നോക്കണ്ടേ. അപ്പോൾ ഇവിടെ 3 - y = -4 ആണ്. അപ്പോൾ 3 - -4 എന്ന് വരുന്നു. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 3 + 4. അപ്പോൾ ആ പോർഷൻ എന്തായിരിക്കും? ഇത് പോസിറ്റീവായിട്ടുള്ള റീജിയനായിട്ടാണ് അവിടെ കിട്ടുക. ദെൻ 3 + -4 ആണ് അല്ലേ. 3 + -4 വന്നു കഴിഞ്ഞാൽ അത് നെഗറ്റീവാണ് അവിടെ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവ് വാല്യൂ ആണ്. അങ്ങനെ ആവുമ്പോൾ ഈ ഇൻ്റർവെലിൻ്റെ അകത്ത് നമ്മളുടെ ആൻസർ എന്തായിരിക്കും? നെഗറ്റീവായിരിക്കും ഒബ്റ്റെയിൻ ചെയ്യുക. ക്ലിയർ ആയല്ലോ. ഇനി -3 to 3 വരുന്ന ഇൻ്റർവെല്ലിൻ്റെ അകത്തുള്ള ഒരു പോയിന്റ് എടുത്താലോ. ഇപ്പോൾ y = 0 എന്നുള്ള പോയിന്റാണ് കൺസിഡർ ചെയ്യുന്നതെന്ന് വിചാരിക്കൂ. ആ പോയിന്റ് അതിൻ്റെ അകത്തല്ലേ, ഇൻ്റർവെല്ലിൻ്റെ അകത്തല്ലേ. ഓക്കെ, അപ്പോൾ y = 0 ആണെന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് വരുന്ന കണ്ടീഷൻ? ഇവിടെ 3 - 0 വരും. അത് പോസിറ്റീവായിട്ടുള്ള വാല്യൂ ആണ്. 3 + 0 വന്നു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ഓൾസോ പോസിറ്റീവ്. അപ്പോൾ പോസിറ്റീവ് ഇൻറ്റു പോസിറ്റീവ് എന്നുള്ളത് ഈ റീജിയൻ്റെ അകത്ത് നമുക്ക് കിട്ടുന്നത് പോസിറ്റീവ് എന്നുള്ള കോൺസെപ്റ്റാണ്. ഓക്കെ, നെക്സ്റ്റ് 3 to ∞. 3 to ∞ ഏതെങ്കിലും ഒരു പോയിന്റ് കൺസിഡർ ചെയ്താൽ ഇപ്പോൾ y = 4 എന്നുള്ള പോയിന്റ് നമുക്ക് എടുക്കാം. y = +4. ഓക്കെ, അപ്പോൾ എന്താ വരിക? 3 - 4 എന്ന് വരുന്നു. അവിടെ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത് നെഗറ്റീവ്. ദെൻ 3 + 4 എന്ന് വരുന്നു. ദാറ്റ് വിൽ ബി പോസിറ്റീവ്. സോ നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് എന്നുള്ളതാണ്. നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് വരുമ്പോൾ ഇത് നെഗറ്റീവ് എന്നുള്ളതാണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മുടെ റീജിയനിൽ 3 - y × 3 + y ദാറ്റ് വിൽ ബി > 0 എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിനനുസരിച്ചിട്ട് ഈ റീജിയൻ എന്ന് പറയുന്ന പോയിന്റ് > 0 വരുന്ന റീജിയൻ ഏതാണ്? അവിടെ -3 to 3 എന്നുള്ളതാണ് നമുക്ക് കിട്ടുക. പക്ഷേ ആ -3 to 3 എന്നുള്ളത് മൊത്തമായിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റുമോ? അതായത് ഇവിടെ y ബിലോങ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് -3 to 3 ആണ്. പക്ഷെ നമ്മൾ ചെക്ക് ചെയ്യണം, ഈ റീജിയൻ മൊത്തമായിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുമോ? എങ്ങനെയാണ് നമ്മളത് നോക്കേണ്ടേ? ഇപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ f(x) = √9 - x². അതിനെയാണ് നമ്മൾ y ആയിട്ട് ചൂസ് ചെയ്തത് അല്ലേ. ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇതൊരു സ്ക്വയർ റൂട്ട് ഫംഗ്ഷൻ ആവുമ്പോൾ അതിൻ്റെ അകത്തുള്ള വാല്യൂസ് > 0 മുതലേ വരുള്ളൂ അല്ലേ. സ്ക്വയർ റൂട്ട് ഫംഗ്ഷൻ അങ്ങനെയല്ലേ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇവിടെ നോക്കൂ, y റേഞ്ച് നമുക്ക് ഏതാ കിട്ടിയിരിക്കുന്നത്? -3 to 3 ആണ്. അപ്പോൾ ഈ -3 to 0 എന്ന് പറയുന്ന ആ ഒരു റീജിയൻ നമുക്കിവിടെ പോസിബിൾ ആണോ? അല്ല. അതൊരു സ്ക്വയർ റൂട്ട് ഫംഗ്ഷൻ ആയതുകൊണ്ട്. മനസ്സിലായോ? അപ്പോൾ ആ ഒരു റീജിയൻ എക്സ്ക്ലൂഡ് ചെയ്യുന്നത് വേണം നമ്മളുടെ എന്തിൽ വരാനായിട്ട്? റേഞ്ച് ഫംഗ്ഷനിൽ വരാനായിട്ട്. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇതാണ് ആൻസർ എന്ന് വിചാരിച്ചിട്ട് ഉടനെ റേഞ്ച് = -3 to 3 എന്ന് എഴുതരുത്, അത് തെറ്റിപ്പോകും. നമ്മളുടെ ഫംഗ്ഷനും കൂടി ഒന്ന് ഒബ്സർവ് ചെയ്തതിന് ശേഷം മാത്രമാണ് അങ്ങനെ ആൻസർ എഴുതാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ ആൻസർ വരിക റേഞ്ച് ഓഫ് ദി ഗിവൺ ഫംഗ്ഷൻ = ഏത് പോയിൻ്റാണ് നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യേണ്ടത്? നെഗറ്റീവ് പോർഷൻ വരുന്ന പോയിന്റ് അല്ലേ. -3 to -0 വരുന്ന പോയിന്റ് വരെ നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യാം. അപ്പോൾ എവിടെ മുതൽ എവിടെ വരെ നമ്മുടെ റീജിയൻ റേഞ്ച് ഉണ്ടാവുള്ളൂ? ക്ലോസ്ഡ് ഇൻ്റർവെൽ 0 to 3 എന്നുള്ളതാണ് നമുക്ക് റേഞ്ച് ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യുന്ന പോയിന്റ്. അവിടെ ക്ലോസ്ഡ് ഇൻ്റർവെൽ 0യും പോസിബിൾ ആണ്. 0യും വരാമല്ലോ, സ്ക്വയർ റൂട്ട് ഫംഗ്ഷനാണ്. അതിൻ്റെ അകത്ത് 0യും നമുക്ക് പോസിബിൾ ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലോസ്ഡ് ഇൻ്റർവെൽ 0 to 3 എന്നുള്ളതാണ് റേഞ്ച് ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ. ഇക്കാര്യം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇത് മൊത്തമായിട്ട് എടുത്ത് എഴുതി വെക്കരുത്. വൈ വരുന്ന ആ മൊത്തം റീജിയനും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളുടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനും കൂടി നോക്കിയിട്ട് വേണം ഇതേ രീതിയിൽ നമ്മൾ ആൻസർ എഴുതാനായിട്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതും നമ്മൾ ഒരു റാഷണൽ ഫംഗ്ഷൻ ആണെന്നുള്ള കേസ് നമുക്കറിയാം. ഇവിടെ നമുക്ക് y എന്നുള്ളത് എഫ് ഓഫ് എക്സ് ആയിട്ട് ആദ്യം ചൂസ് ചെയ്യാം. സോ ലെറ്റ് us take y is equal to f of x. So we can write y is equal to x square divided by 1 minus x square. Okay, just cross multiply ചെയ്യൂ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ y into 1 minus x square equal to x square. Okay, then just bracket open ചെയ്താൽ y minus yx square equal to x square എന്നുള്ളതാണ് ഒപ്റ്റെയിൻ ചെയ്യുക. നമുക്ക് എക്സിൻ്റെ ടേംസിലേക്ക് കൊണ്ടുവരണം അല്ലേ. അപ്പോൾ അതനുസരിച്ച് ഈ മൈനസ് വൈ എക്സ് സ്ക്വയർ എന്നുള്ള ടേമിനെ ഈക്വൽ ടുവിൻ്റെ റൈറ്റ് സൈഡിലേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്യുക. സോ വി ഹാവ് വൈ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ ഇൻറ്റു എക്സ് സ്ക്വയർ എന്ന് ഒപ്റ്റെയിൻ ചെയ്യുന്നു. സോ ഹിയർ y equal to x square can be taken outside. So x square into 1 plus y. നമുക്ക് എക്സ് സ്ക്വയറിൻ്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യാം. സോ വി ഹാവ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു വൈ ബൈ 1 പ്ലസ് വൈ. ഇതാണ് നമുക്ക് ഒപ്റ്റെയിൻ ചെയ്യുന്ന കണ്ടീഷൻ. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതൊരു റാഷണൽ ഫംഗ്ഷനാണ്. ദിസ് ഫംഗ്ഷൻ ഈസ് നോട്ട് ഡിഫൈൻഡ് അറ്റ് വൈ ഇസ് ഈക്വൽ ടു -1. ആ പോയിന്റ് വിട്ടു പോകരുത് കേട്ടോ. അറ്റ് വൈ ഇസ് ഈക്വൽ ടു -1 എന്നുള്ള പോയിന്റിൽ ഈ ഫംഗ്ഷൻ നോട്ട് ഡിഫൈൻഡ് ആയിട്ടാണ് നമുക്ക് ഒപ്റ്റെയിൻ ചെയ്യുക. സോ ഹിയർ വൈ നോട്ട് ഈക്വൽ ടു -1 എന്നുള്ളത് പ്രത്യേകം സ്പെസിഫൈ ചെയ്ത് പറയേണ്ടതായിട്ടുള്ള ഒരു പോയിൻ്റാണ്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ഫൈൻഡ് ഔട്ട് ചെയ്തതുപോലെ തന്നെ നമുക്കറിയാം എക്സ് സ്ക്വയർ ആണ് ലെഫ്റ്റ് സൈഡിലുള്ളത്. എക്സ് സ്ക്വയർ എന്നുള്ളത് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. അതിനനുസരിച്ചിട്ട് നമുക്ക് റൈറ്റ് സൈഡ് പോർഷനായിട്ടുള്ള y by 1 plus y is always greater than or equal to 0. എന്തുകൊണ്ടാണെന്നുള്ളത് മനസ്സിലായല്ലോ. അതിൻ്റെ ലെഫ്റ്റ് സൈഡ് പോർഷൻ എക്സ് സ്ക്വയർ ആണ്. എക്സ് സ്ക്വയർ ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ഓക്കെ, അപ്പോൾ y by 1 plus y greater than or equal to 0 എന്നാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എങ്ങനെ ഇത് ഒപ്റ്റെയിൻ ചെയ്യുന്നത്? ഡിനോമിനേറ്ററിലെ ഫംഗ്ഷൻ കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യുക. സോ വി ഹാവ് y ഇൻറ്റു 1 plus y divided by 1 plus y the whole square, that will be greater than or equal to 0. ഓക്കെ, അപ്പോൾ ഇവിടെ ഡിനോമിനേറ്ററിലുള്ള ഫംഗ്ഷൻ 1 പ്ലസ് വൈ ദി ഹോൾ സ്ക്വയർ അത് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. അതൊരു സ്ക്വയർ ഫംഗ്ഷനാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുക? വൈ ഇൻറ്റു 1 പ്ലസ് വൈ ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് വൈക്ക് ഒപ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്ന റേഞ്ചാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആ റേഞ്ച് നേരത്തെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത അതേ മെത്തേഡിൽ തന്നെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല. ജസ്റ്റ് ഒരു നമ്പർ ലൈൻ കൺസിഡർ ചെയ്യുക. ദെൻ ഹിയർ ദിസ് ഈസ് -ഇൻഫിനിറ്റി, ദിസ് ഈസ് +ഇൻഫിനിറ്റി. ഓക്കെ, ഇവിടെ y ഈക്വൽ ടു 0 ഒരു പോയിൻ്റ് ആണ് അല്ലേ. ദെൻ അടുത്ത പോയിൻ്റ് ഏതാ വരിക? 1 പ്ലസ് വൈ ഈക്വൽ ടു 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് y ഈക്വൽ ടു -1 ആണ് അടുത്ത പോയിൻ്റ് ആയിട്ട് നമുക്ക് ഒപ്റ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ നമ്പർ ലൈനിൽ ആദ്യം ദിസ് ഈസ് -1 ആൻഡ് ദിസ് ഈസ് 0. ഇതാണ് നമുക്ക് ഒപ്റ്റെയിൻ ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മളുടെ റേഞ്ച് ഏതാണെന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് -ഇൻഫിനിറ്റി ടു -1 എന്നുള്ളതിൽ ഒരു പോയിന്റ് നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ -ഇൻഫിനിറ്റി ടു -1 എന്നുള്ളതിന് കറസ്പോണ്ടിങ് ആയിട്ട് ലെറ്റ് us take y is equal to -2. -2 കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ പോയിന്റ് എങ്ങനെയാണ് കിട്ടുക? -2 ഇൻറ്റു 1 പ്ലസ് -2. അപ്പോൾ നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് അല്ലേ കിട്ടുക? നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് എന്ന് പറയുമ്പോൾ വി ഹാവ് നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ്. അപ്പോൾ ഈ ഒരു റീജിയൻ വി ഹാവ് പോസിറ്റീവ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് -1 ടു 0 ആണ്. അവിടെ നമുക്ക് y is equal to -0.5 എന്നുള്ള പോയിന്റ് ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ -0.5ഉം 1 പ്ലസ് -0.5 ആണ്. 1 പ്ലസ് -0.5 പറയുമ്പോൾ അത് പോസിറ്റീവാണ് അല്ലേ. അപ്പോൾ ഇവിടെ വരുന്നത് നെഗറ്റീവും പോസിറ്റീവ് വാല്യൂയും കൂടിയാണ്. സോ നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ്. ഓക്കെ, അപ്പോൾ നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് ആയതുകൊണ്ട് ഈ റീജിയൻ
നെഗറ്റീവായിട്ടായിരിക്കും ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഇനി അടുത്ത പോയിന്റ് നോക്കൂ. അടുത്തത് 0 to infinity ആണ്. നമുക്ക് y എന്നുള്ള പോയിന്റ് 1 ആയിട്ട് ചൂസ് ചെയ്താൽ y is equal to 1 കൺസിഡർ ചെയ്താൽ 1 into 1 plus 1, that's positive അല്ലേ. So we have positive into positive. So we have this region is positive. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇതനുസരിച്ചിട്ട് നമ്മളുടെ റീജിയൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വരുന്ന പോയിൻറ്റ്സ് ആണ്. അപ്പോൾ ആ റീജിയൻ ഇൻ്റർവൽ ഏതൊക്കെയാണ്? ഈ ഒരു ഇൻ്റർവലും വരും, അതേപോലെ തന്നെ ഈ ഒരു ഇൻ്റർവലും നമുക്ക് ചൂസ് ചെയ്യാം. സോ ഹിയർ y ബിലോങ്സ് ടു ഏതൊക്കെ പോയിൻറ്റ്സ് ആണ്? y ബിലോങ്സ് ടു ഇവിടെ വരുന്നത് ഓപ്പൺ ഇൻ്റർവൽ -∞ to -1 യൂണിയൻ, ദെൻ ഇവിടെ വരുന്നത് ക്ലോസ്ഡ് ഇൻ്റർവൽ 0 to infinity. പക്ഷേ ഇവിടെ -1 എന്നുള്ള പോയിൻ്റ് ക്ലോസ്ഡ് ആയിട്ട് വരാൻ സാധിക്കുമോ? ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു y നോട്ട് ഈക്വൽ ടു -1 എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. അപ്പോൾ y നോട്ട് ഈക്വൽ ടു -1 ആകുമ്പോൾ നമുക്ക് ആ -1 എന്നുള്ള പോയിൻ്റ് അവിടെ ചൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന ഇത് ക്ലോസ്ഡ് ഇൻ്റർവൽ എന്നുള്ളത് എന്താക്കാനേ നമുക്ക് പറ്റുള്ളൂ? ഓപ്പൺ ഇൻ്റർവൽ ആയിട്ട് എഴുതാനേ പറ്റുള്ളൂ. സോ -∞ to -1 ഓപ്പൺ ഇൻ്റർവൽ ആണ്, യൂണിയൻ, ദെൻ ക്ലോസ്ഡ് ഇൻ്റർവൽ 0 to infinity എന്നുള്ളതാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുക. ക്ലോസ്ഡ് ഇൻ്റർവൽ 0 to infinity. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇതാണ് നമ്മളുടെ റീജിയനായിട്ട് നമുക്കിവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ -∞ to -1, അപ്പോൾ ക്ലോസ്ഡ് ഇൻ്റർവൽ -1 to ഇവിടെ ഓപ്പൺ ഇൻ്റർവൽ 0 ആ വരെയുള്ള പോയിന്റ് നമ്മളുടെ ടോട്ടൽ നമ്പർ ലൈനിൽ നിന്നും എക്സ്ക്ലൂഡ് ചെയ്യുന്നതാണ് ഇവിടെ നമ്മുടെ റേഞ്ച് ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യുക അല്ലേ. അപ്പോൾ ജസ്റ്റ് ഇതിനെ ഒന്ന് കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഹിയർ ക്ലോസ്ഡ് ഇൻ്റർവൽ 0 to infinity. ദെൻ ഇതിനെ നമ്മളൊന്ന് എഴുതുകയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദി റേഞ്ച് ഓഫ് ദി ഗിവൺ ഫങ്ഷൻ എഫ് ഇസ് ഈക്വൽ ടു ഏതാണ്? ഇവിടെ ടോട്ടൽ നമ്പർ ലൈനിൽ നിന്നും നമുക്ക് ഏത് സബ്ട്രാക്ട് ചെയ്താൽ മതി? ഇവിടെ -∞ to ഓപ്പൺ ഇൻ്റർവൽ -1 വരെയല്ലേ ഉള്ളത്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ക്ലോസ്ഡ് ഇൻ്റർവൽ -1 to ഇവിടെ ക്ലോസ്ഡ് ഇൻ്റർവൽ 0 to infinity മുതലാണ് ഉള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഓപ്പൺ ഇൻ്റർവൽ 0 വരെയുള്ള ഈ ഒരു പോയിൻ്റ് അങ്ങ് സബ്ട്രാക്റ്റ് ചെയ്യുന്നതായിരിക്കും ഇവിടെ നമ്മുടെ റേഞ്ച് ആയിട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇതേ രീതിയിൽ വളരെ സിമ്പിളായിട്ട്, പക്ഷേ നമ്മൾ വൈയുടെ പോർഷനിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം, അത് റാഷണൽ ഫംഗ്ഷൻ ആണെങ്കിൽ അതിൻ്റെ ഡിനോമിനേറ്റർ വരുന്ന പോയിൻറ്റ്സ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് ഓർത്തിട്ട് വേണം നമ്മൾ ലാസ്റ്റ് റേഞ്ച് ഫംഗ്ഷൻ എക്സ്പ്രസ് ചെയ്യാനായിട്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Next question, f of x is equal to mod x minus x divided by 2x. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണല്ലേ. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇതിൻ്റെ റേഞ്ച് ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ റേഞ്ച് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ അറിയേണ്ടത് മോഡുലസ് ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടിയാണ്. മോഡുലസ് ഫംഗ്ഷൻ എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്? മോഡുലസ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ദി സെറ്റ് ഓഫ് ഓൾ എക്സ് വാല്യൂ ഒബ്റ്റെയിൻ ചെയ്യുന്നത് എപ്പോഴാണ്? വെൻ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വരുമ്പോൾ, ദെൻ വിച്ച് വിൽ ബി ഈക്വൽ ടു -x ഇഫ് എക്സ് ഈസ് ലെസ് ദാൻ 0 വരുമ്പോൾ. ഈ ഒരു മോഡുലസ് ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടി എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ അല്ലേ. അതനുസരിച്ചിട്ട് ഇവിടെ ഫംഗ്ഷൻ്റെ നമുക്ക് റേഞ്ച് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇപ്പോൾ നമ്മൾ y എന്ന് കോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെറ്റ് us take the given function f of x as y. So we have y is equal to mod x minus x divided by 2x. ആണല്ലോ. ഇനി എന്ത് ചെയ്യാം? ഇതിന് കറസ്പോണ്ടിങ് ഇവിടെ നമ്മൾ കണ്ടു മോഡ് എക്സ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 2 കേസസ് ആയിട്ടാണ്. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വരുന്ന ഒരു കേസും അതേപോലെ തന്നെ എക്സ് ലെസ് ദാൻ 0 വരുന്ന കേസ് അല്ലേ. അപ്പോൾ ഇത് രണ്ടിനും കറസ്പോണ്ടിങ് ആയിട്ട് ഇപ്പോൾ നമുക്ക് എങ്ങനെ ചൂസ് ചെയ്യാം? ഇപ്പോൾ ഫസ്റ്റ് കേസായിട്ട് കേസ് 1 എന്നുള്ളതായിട്ട് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 കൺസിഡർ ചെയ്യാം. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വരുമ്പോൾ മോഡുലസ് ഓഫ് എക്സ് എന്താ വരുന്നത്? +x ആണ് വരിക അല്ലേ. സോ വി ഹാവ് ഹിയർ y ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ 2x എന്ന് കിട്ടുന്നു. എക്സ് മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ 2x എന്ന് പറയുമ്പോൾ വി ഹാവ് ടു ഒബ്റ്റെയിൻ ആസ് 0. ഓക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ് നോക്കേണ്ടത് കേസ്
2 ആണ്. കേസ് 2 എന്ന് പറയുന്നത് ഇവിടെ എക്സ് ലെസ് ദാൻ 0 വരുന്ന കേസ് ഒന്ന് കൺസിഡർ ചെയ്യാം. എക്സ് ലെസ് ദാൻ 0. ഓക്കെ, എക്സ് ലെസ് ദാൻ 0 വരുമ്പോൾ y ഈസ് ഈക്വൽ ടു മോഡ് എക്സ് എന്ന് പറയുന്നത് എന്തായിട്ടാണ് മാറുക? എക്സ് ലെസ് ദാൻ 0 വരുമ്പോൾ -x ആയിട്ടാണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. സോ വി ഹാവ് -x, then again -x divided by 2x. So that will be equal to -2x divided by 2x എന്ന് കിട്ടുന്നു. Then 2x and 2x will be cancelled. So we have -1 എന്നാണ് ആൻസർ കിട്ടുന്നത്. ഈ രണ്ട് കേസസ് അല്ലേ ആക്ച്വലി ഇതിനകത്ത് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. സോ ഇവിടെ നമുക്ക് f(x) എന്നുള്ളത് ഒരു എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വരുന്ന കേസിൽ നമുക്ക് 0 എന്നുള്ള ആൻസറും ഇവിടെ 0 എന്നുള്ള ആൻസറും ഇവിടെ എക്സ് ലെസ് ദാൻ 0 വരുന്ന കേസിൽ -1 എന്നുള്ള ആൻസറും ആയിട്ടാണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് എന്താ? ഇതിൻ്റെ റേഞ്ച് എന്താണ് എന്നുള്ളതാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു, റേഞ്ച് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ പോസിബിൾ ഔട്ട്പുട്ട് വാല്യൂസ് ആണ് നമ്മൾ റേഞ്ച് ആയിട്ട് പറയുക. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇവിടെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ f(x) എന്നുള്ളതിൻ്റെ റേഞ്ചിൽ ഏതൊക്കെ വാല്യൂസേ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നുള്ളൂ? either 0 or -1. So we have range of f equal to the set of all 0 or -1 എന്നുള്ളതാണ് ഇവിടെ നമുക്ക് പറയാനായിട്ട് സാധിക്കുക. ക്ലിയർ ആയല്ലോ? വളരെ ഈസി ആയിട്ട് കിട്ടുന്നതാണ് അല്ലേ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മളിപ്പോൾ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് ചോദിക്കുന്ന സെഷൻസ് ആയിട്ടുള്ള ഡൊമെയിൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തിരുന്നു. അത് എല്ലാവർക്കും മനസ്സിലായി എന്ന് തന്നെ വിചാരിക്കുന്നു. ദെൻ നെക്സ്റ്റ് നമ്മൾ റേഞ്ച് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് ഇതേപോലുള്ളൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്